ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ്. വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ മുടി ഇങ്ങനെ ചുരുണ്ട മുടിയാണ്, അതൊന്ന് നിവർത്തിയെടുക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് നാച്ചുറലായിട്ട് മുടി സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല സ്മൂത്ത്നെസ് കിട്ടാനും നല്ല ഷൈനിങ് ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ്. മുടി വളർച്ചയ്ക്കും കൂടെ സഹായിക്കുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് അകാല നരയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. അകാല നരയൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുടി വളർച്ച കൂട്ടാനും മുടി സ്ട്രെയിറ്റ് ചെയ്തെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്ക നമ്മുടെ മുടി നന്നായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ സഹായിക്കും കേട്ടോ. ഇതിലുള്ള ഈ ഒരു കൊഴുപ്പ് നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചുരുണ്ട മുടിയൊക്കെ സ്ട്രെയിറ്റ് ആക്കി എടുക്കാനൊക്കെ നല്ലതാണ്. അതുമാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ലൊരു മിനുസം കിട്ടാനും നല്ലൊരു തിളക്കം ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. മുടി കൊഴിച്ചിൽ കുറയണമെങ്കിൽ നമ്മുടെ മുടിയൊക്കെ വേര് മുതൽ തന്നെ സ്ട്രോങ് ആയിട്ടിരിക്കണം. അങ്ങനെ റൂട്ട് മുതൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മുടിയെ കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് വെണ്ടയ്ക്ക. പിന്നെ നമ്മുടെ തലയിലുള്ള താരൻ, പേൻ, ശല്യമൊക്കെ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നല്ലതാണിത്. അപ്പം ഞാനിതിവിടെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അകാല നരയൊക്കെ തടയാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ്. ചെമ്പരത്തി പൂവ് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാൻ, അകാല നര വരാതിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല കരുത്ത് നൽകാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ചെമ്പരത്തിയുടെ ഇതളും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ചെമ്പരത്തിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കാനുള്ള അളവിലുള്ളതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കി വെക്കേണ്ടവർക്ക് അങ്ങനെയും ഉണ്ടാക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെണ്ടയ്ക്കയും ചെമ്പരത്തിയും ഒക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് തണുക്കാനായിട്ട് വയ്ക്കുകയാണ്. തണുത്ത ശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കൊഴുപ്പ് പോലെ ആയിട്ടുള്ള ഒരു പേസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. പിന്നെ താരൻ്റെ ശല്യം കൂടുതലുള്ളവർക്ക് ഈ ഒരു ഹെയർ പാക്ക് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം. മുടിയൊക്കെ നന്നായിട്ട് ചീകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളുടെ തലയിൽ തേച്ച് കൊടുക്കുമ്പോൾ ഓരോ മുടിയുടെ സെപ്പറേറ്റ് ഭാഗങ്ങളാക്കി എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോഴേ സ്ട്രെയിറ്റനിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം കുറച്ച് പാർട്ടീഷനായിട്ട് എടുത്തിട്ട് നന്നായിട്ട് വലിച്ച് പിടിച്ച് തന്നെ നമ്മുടെ ഹെയറിൻ്റെ അറ്റം വരെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ മുടി കൊഴിച്ചിൽ, താരൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാൻ നമ്മൾ ആദ്യം തന്നെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ലെങ്ത്തിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് വെറും വെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം കഴുകുക. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടതും വാഷ് ചെയ്യേണ്ടതും. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ചുരുണ്ട മുടിയൊക്കെ മാറിയിട്ട് മുടിയെ നാച്ചുറലായിട്ട് സ്ട്രെയിറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. നമ്മുടെ മുടി വളർച്ച കൂട്ടാനും അകാല നര കുറയ്ക്കാനും മുടി നല്ല സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത്.
വളരെ എളുപ്പത്തിൽ 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്